അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ എടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എടത്തറ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. എടത്തറ ജുമാ മസ്ജിദ്. അപ്പോൾ ഈ പള്ളിയുടെ സമീപത്തായിട്ട് ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വിശാലമായ നല്ല സൗകര്യമുള്ളൊരു പള്ളിയാട്ടോ. മാഷാ അല്ലാഹ്. ഈ പള്ളിയുടെ സമീപത്തായിട്ട് ആ കാണുന്ന ബിൽഡിങ്ങിനുള്ളിൽ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹാനായ സൈനുൽ ആബിദീൻ വലിയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സൈനുൽ ആബിദീൻ വലിയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി. മാഷാ അല്ലാഹ്. ഈ ഒരു കെട്ടിനുള്ളിലാണ് കേട്ടോ. മക്കാം ഇവിടെ ഗേറ്റ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ജനലിൻ്റെ ഉള്ളിലൂടെ മക്കാമൊന്ന് കാണാം. മഹാനായ സൈനുൽ ആബിദീൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ധാരാളം കറാമത്തുകളുള്ള വലിയ മഹാനായിരുന്നു. പിന്നെ ഇവിടെ സാധാരണ ദിവസങ്ങളിലൊന്നും കൂടുതൽ ആളുകൾ സിയാറത്തിന് വരുന്നതായിട്ട് കാണാറില്ലെങ്കിലും ഇവിടുന്ന് അറിഞ്ഞത് വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ആളുകൾ ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. ഈ പരിസര പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ഇവിടെ സിയാറത്തിന് വരുന്ന കാഴ്ച കാണാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മഹാനെക്കുറിച്ച് കൂടുതൽ ചരിത്രങ്ങൾ ഈ നാട്ടിൽ നിന്ന് അന്വേഷിച്ചപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. കൂടുതൽ ചരിത്രങ്ങൾ അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഈ മഹാനെക്കുറിച്ച് ഏതെങ്കിലും ഉസ്താദുമാർക്കോ മറ്റോ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെയോ അല്ലാതെയോ അറിയിക്കണം. അല്ലാഹു തആല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി ഈ മഹാന്മാരുടെ മദ്ദ് ലഭിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനൊക്കെ നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم مايا അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ പടച്ചവനെ, സാധുക്കളായ ഞങ്ങളുടെ ഈ യാത്രയും സിയാറത്തുകളൊക്കെ അള്ളാഹുവേ, ഈ പരിശ്രമങ്ങളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനു ഷരീഫ് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാനായ ഈ വലിയിൻ്റെ ഹലറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. പടച്ചവനെ, അവരുടെ ദറജകളെ ഉയർത്തണേ അള്ളാഹ്. ഇവിടുത്തെ മദതും നദറും നസറും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവുമൊക്കെ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ. പടച്ചവന് നിൻ്റെ മുഖർബീങ്ങളായ മഹാന്മാരായ ഔലിയാക്കളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റി അതുവഴി ഞങ്ങളുടെ കൽബും മനസ്സും നന്നാക്കി മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള കാരണങ്ങളാക്കി നീ മാറ്റിത്തരണം റഹ്മാനെ. അള്ളാഹുവേ, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നീ ഹാസുലാക്കി തരണം അള്ളാഹ്. പടച്ചവനെ, പല കാര്യങ്ങൾ പറഞ്ഞ്, പല വിഷമങ്ങൾ പറഞ്ഞ്, പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് അറിയിച്ച ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെ പല ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ അള്ളാഹ്, ഈ മഹാനായ ഈ വലിയിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടുത്തെ കറാമത്ത് കൊണ്ട് പടച്ചവനെ, അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കി കൊടുക്കണേ അള്ളാഹ്. നീ ഹാസുലാക്കി കൊടുക്കണേ റഹ്മാനെ. നീ ഹാസുലാക്കണേ അള്ളാഹ്.
മക്കളില്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. ജോലി സംബന്ധമായ പ്രയാസം പറഞ്ഞവർ ഹൈറായ ജോലി നൽകണേ അല്ലാ. വീടില്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാ. പടച്ചവനെ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങൾക്കൊക്കെയും നീ ശിഫ നൽകണേ റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായിട്ട് പല നിലക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് റഹ്മാനെ. എല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നീ മാറ്റി ഹൈറായ സമ്പത്തുകൾ നൽകി അള്ളാഹുവെ, കടങ്ങളുള്ളവർക്കൊക്കെയും അതൊക്കെ വീട്ടാനുള്ള വഴികൾ നീ തുറന്ന് റാഹത്തിലാക്കി തരണം റഹ്മാനെ. പടച്ചവനെ, വിവാഹപ്രായം എത്തിയ മക്കളുള്ളവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെയും ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലാ. സലാമത്തിൻ്റെ വഴികളെ നീ തുറക്കണേ അല്ലാ. പടച്ചവനെ, പല നിലക്കുള്ള കേസുകളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അള്ളാഹുവെ, നിരപരാധികളായ ആളുകൾ, അള്ളാഹുവെ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. സലാമത്തിൻ്റെ ബാബുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹു എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും സിയാറത്ത് ചെയ്യാനും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ യാത്രകൾക്ക് ഒരുപാട് നിലക്ക് സഹായിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, പ്രത്യേകിച്ച് ദുആ കൊണ്ട് സഹായിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, സാമ്പത്തികമായി മറ്റെല്ലാ നിലക്കും സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. വീഡിയോകൾ കണ്ട് നേർച്ചകൾ ഓരോ മക്കാമിലേക്കും കൊടുക്കുന്ന ആളുകളുണ്ട്, നേർച്ച വെച്ച ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും നീ ഹൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഒരാളെയും നീ ദുനിയാവിലും ആഖിറത്തിലും പരാജിതരാക്കല്ല റഹ്മാനെ, പരാജയപ്പെടുത്തല്ല അല്ലാ. നിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഹജ്ജും ഉംറയും മറ്റ് സിയാറകളും ആഗ്രഹിച്ച് കുതിക്കുന്ന ആളുകളുണ്ട്, അല്ലാഹു അവർക്കൊക്കെയും എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമികളിലെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ നിലക്കും നീ സന്തോഷം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും സാധുക്കളായ ഞങ്ങളെ, ഞങ്ങളുടെ മക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരെയും നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഹബീബായ തങ്ങളെ കണ്ട് ഈ ലോകത്തോട് യാത്ര പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിൽ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ജിവാറിൽ നിൻ്റെ മഹാന്മാരായ ഔലിയാക്കളോടൊപ്പം സാധുക്കളായി ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ റബ്ബൽ ആലമീൻ.